ഇന്ന് ഒരുപാട് സിനിമകൾ OTT റിലീസ് ചെയ്യുന്നുണ്ട്. ഇതിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ ഒരു വീഡിയോ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ആദ്യത്തെ അപ്ഡേറ്റ് റൊമാൻസ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. സോണി ലീവ് ആണ് സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. ഇന്നാണ് സിനിമയുടെ ഒഫീഷ്യൽ OTT റിലീസ്. ഇപ്പോഴിതാ റൊമാൻസ് സോണി ലീവിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. റൊമാൻസ് ഒരു കോമഡി മൂവിയാണ്. അർജുൻ അശോകൻ, മാത്യു തോമസ്, മഹിമ, കലാപൻ ഷാജോണാണ് റൊമാൻസിൽ അഭിനയിച്ചിരിക്കുന്നത്. സിനിമ ഇപ്പോൾ എല്ലായിടത്തും അവൈലബിൾ ആണ്. അടുത്തൊരു അപ്ഡേറ്റ് അഭിലാഷം എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു കോമഡി മൂവിയാണ്. തിയേറ്ററിൽ നിന്ന് എവറേജ് അഭിപ്രായമാണ് അഭിലാഷം സ്വന്തമാക്കിയത്. ഷൈജു കുറുപ്പാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഈ സിനിമയുടെ OTT ഇപ്പോൾ വിറ്റുപോയിരിക്കുകയാണ്. മനോരമ മാക്സ് ആണ് അഭിലാഷത്തിന്റെ OTT വാങ്ങിച്ചിരിക്കുന്നത്. കമ്മീഷൻ എന്ന പോസ്റ്റർ വന്നിട്ടുണ്ട്. ഈ ആഴ്ചയായിരിക്കും അഭിലാഷത്തിന്റെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ബസൂക്ക എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. മമ്മൂട്ടിയുടെ സിനിമയാണ് ബസൂക്ക. തിയേറ്ററുകളിൽ പരാജയപ്പെട്ട സിനിമയാണ് ബസൂക്ക. സിനിമയുടെ OTT വാങ്ങാൻ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. ബസൂക്ക ഒരു ആക്ഷൻ മൂവിയാണ്. ഇപ്പോൾ അവസാനം നെറ്റ്ഫ്ലിക്സ് ആണ് ബസൂക്കയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. സിനിമ മെയ് മാസം പകുതിയോടുകൂടി നെറ്റ്ഫ്ലിക്സിൽ റിലീസാകുന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ബിഗ് ബെൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററിൽ നിന്ന് എവറേജ് അഭിപ്രായമാണ് ബിഗ് ബെൻ സ്വന്തമാക്കിയത്. ഇതൊരു ത്രില്ലർ സിനിമയാണ്. വിനയ് ഫോർട്ട്, അനുമോഹനാണ് ബിഗ് ബെൻ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. സിനിമയുടെ OTT സൺനെസ്റ്റ് ആണ് വാങ്ങിച്ചിരിക്കുന്നത്. നേരത്തെ OTT റിലീസ് വെച്ചതായിരുന്നു, പിന്നീട് പോസ്റ്റ്പോൺ ചെയ്തു. മെയ് മാസം 10 സൺനെസ്റ്റിൽ ബിഗ് ബെൻ സിനിമയുടെ OTT റിലീസ് ഉണ്ടാവുന്നതാണ്. അടുത്തൊരു അപ്ഡേറ്റ് രാമചന്ദ്രൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. 2023 രാമചന്ദ്ര പോസ്റ്റർ എന്ന സിനിമ റിലീസായത്. നിവിൻ പോളിയായിരുന്നു സിനിമയിലെ നായകൻ. പക്ഷെ സിനിമ പരാജയപ്പെട്ടു. ഒരുപാട് താരനിര രാമചന്ദ്രയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇതൊരു ആക്ഷൻ കോമഡി മൂവിയാണ്. സിനിമയുടെ OTT ഇതുവരെ വന്നിട്ടുണ്ടായിരുന്നില്ല. മമിത ബൈജു സിനിമയിലുണ്ട്. ഇപ്പോൾ ഒടുവിൽ ആമസോൺ പ്രൈമാണ് രാമചന്ദ്രയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. മെയ് മാസം 20 മുന്നേ രാമചന്ദ്ര സിനിമ ആമസോൺ പ്രൈമിൽ റിലീസാക്കുന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് മാരിവില്യം ഗോപുരങ്ങൾ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു മലയാള സിനിമയാണ്. ഇന്ദ്രജിത്ത്, വിൻസിയാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഒരു ഫാമിലി കോമഡി മൂവിയാണ് മാരിവില്യം ഗോപുരങ്ങൾ. നല്ല അഭിപ്രായമാണ് സിനിമയ്ക്ക് ലഭിച്ചത്. പക്ഷേ സിനിമയുടെ OTT ഇതുവരെ വിറ്റുപോയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ അവസാനം ആമസോൺ പ്രൈമാണ് മാരിവില്യം ഗോപുരത്തിന്റെ OTT അവകാശം വാങ്ങിച്ചിരിക്കുന്നത്. മെയ് പകുതിയോടുകൂടി സിനിമ OTT റിലീസ് ചെയ്യും. അടുത്തൊരു അപ്ഡേറ്റ് ചെക്ക്മേറ്റ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. നല്ല അഭിപ്രായമാണ് ചെക്ക്മേറ്റ് സ്വന്തമാക്കിയത്. ഇതൊരു ത്രില്ലർ സിനിമയാണ്. അനൂപ് മേനോനും ലാലുമാണ് സിനിമയിൽ പ്രധാന കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. ചെക്ക്മേറ്റിന്റെ OTT ഇപ്പോൾ വിറ്റുപോയിരിക്കുകയാണ്. ആമസോൺ പ്രൈമാണ് ചെക്ക്മേറ്റിന്റെ OTT വാങ്ങിച്ചിരിക്കുന്നത്. സിനിമ മെയ് മാസത്തിൽ റിലീസാകുന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. മെയ് മാസം 18 സിനിമയുടെ റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ബാന്ദ്ര എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ദിലീപും തമനയുമാണ് ബാന്ദ്രയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. ഒരു ഗാങ്സ്റ്റർ മൂവിയായിരുന്നു ബാന്ദ്ര. പക്ഷെ സിനിമ തിയേറ്ററുകളിൽ പരാജയപ്പെട്ടു. ബാന്ദ്രയുടെ OTT ഇപ്പോൾ വിറ്റുപോയിരിക്കുകയാണ്. ആമസോൺ പ്രൈമാണ് ബാന്ദ്രയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. തിയേറ്ററിൽ കാണാത്തവർക്ക് ബാന്ദ്ര ഇനി OTT കാണാം. ആമസോൺ പ്രൈം ബാന്ദ്ര സിനിമ റിലീസാക്കാൻ ഒരുങ്ങുകയാണ്. മെയ് മാസം 15 മുന്നേ ബാന്ദ്ര സിനിമ ആമസോൺ പ്രൈമിൽ റിലീസാക്കുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് മരണമാസം എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററിൽ നിന്ന് നല്ല അഭിപ്രായമാണ് മരണമാസ് സ്വന്തമാക്കിയത്. ഇപ്പോൾ സിനിമ ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുകയാണ്. ബേസിലാണ് മരണമാസിലെ നായകൻ. സിനിമ ഉടനീളം കോമഡിയാണ്. മരണമാസിന്റെ OTT ഇപ്പോൾ വിറ്റുപോയിരിക്കുകയാണ്. സോണി ലീവ് ആണ് മരണമാസിന്റെ OTT വാങ്ങിച്ചിരിക്കുന്നത്. സിനിമ മെയ് മാസത്തിലാണ് OTT റിലീസ്. മെയ് മാസം 31 മരണമാസ് സോണി ലീവിൽ റിലീസാവുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ഹണ്ട് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. പാവനയെ നായികയാക്കി ഷാജി കൈലാസ് അണിച്ചൊരുക്കിയ സിനിമയാണ് ഹണ്ട്. ഇതൊരു മിസ്റ്ററി ത്രില്ലർ സിനിമയാണ്. തിയേറ്ററുകളിൽ ഹണ്ട് പരാജയപ്പെട്ടുവെങ്കിലും OTTക്ക് വേണ്ടി ആരാധകർ കാത്തിരിക്കുകയാണ്. മനോരമ മാക്സ് ആണ് ഹണ്ട് സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. കമ്മീഷൻ എന്ന പോസ്റ്റർ വന്നിട്ട് 3 വീക്കായി. ഇതുവരെ OTT റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴിതാ മെയ് മാസം പകുതിയോടുകൂടി ഹണ്ട് സിനിമ മനോരമ മാക്സിൽ വരുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. മെയ് 15 ഹണ്ട് സിനിമയുടെ OTT റിലീസ്. അവസാനത്തെ അപ്ഡേറ്റ് ആലപ്പുഴ ജിംഖാന എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. നസ്ലിനാണ് സിനിമയിലെ നായകൻ. ഇതൊരു ബോക്സിംഗ് മൂവിയാണ്. ഖാലിദ് റഹ്മാനാണ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. ഈ സിനിമയുടെ OTT ഇപ്പോൾ വിറ്റുപോയിരിക്കുകയാണ്. ആമസോൺ പ്രൈമാണ് ജിംഖാനയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. സിനിമ OTT റിലീസിന് ഒരുങ്ങുകയാണ്. മെയ് മാസം ലാസ്റ്റ് വീക്കിലായിരിക്കും ജിംഖാനയുടെ OTT റിലീസ് എന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. സിനിമ ഇതിനോടകം തന്നെ 50 കോടി ക്ലബിൽ ഇടം പിടിച്ചു. സിനിമയുടെ തെലുങ്ക് വെർഷൻ ഇപ്പോൾ റിലീസാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കാത്തിരിക്കുന്ന OTT മൂവി ഏതാണ്? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇതുപോലത്തെ ഒരു ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യും.